പത്തനംതിട്ട മെഴുവേലിയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളില്ലെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 21-കാരിയുടെ മൊഴികളിൽ അവ്യക്തത എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെയും ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യും. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ആൺ സുഹൃത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഇതിനിടെ നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ ചേരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, ഉന്മേഷ്, വിഷുവുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന നിലപാടിലാണ് പോലീസ്. കാരണം കഴിഞ്ഞ ദിവസം പെൺകുട്ടി പോലീസിന് ചില മൊഴികൾ നൽകിയിരുന്നു. താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ പൊക്കിൾ കൊടി അറുത്തുകൊണ്ട് ശുചിമുറിക്കടുത്ത് കൊണ്ടുപോയത്. അവിടെ നിന്ന് ചേമ്പലയിൽ പൊതിഞ്ഞ് അടുത്ത വീട്ടിലെ പറമ്പിൽ ഉപേക്ഷിച്ചും താൻ തന്നെ എന്ന മൊഴിയാണ് പെൺകുട്ടി നൽകിയത്. എന്നാൽ പോലീസിന് ഈ മൊഴികളിൽ വിശ്വാസ്യതയില്ല. കാരണം ഒരു വീട്ടിൽ കുടുംബമായി താമസിക്കുന്ന പെൺകുട്ടി എങ്ങനെ ആരും അറിയാതെ ഇത്തരത്തിൽ പ്രസവം നടത്തി കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നൊരു ചോദ്യം പോലീസിന് മുമ്പിലുണ്ട്. ഒപ്പം തന്നെ പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്തപ്പോഴും പലതരത്തിലുള്ള മറുപടിയാണ് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. ഇതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ തീരുമാനം. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇതിൽ പോലീസ് കൂടുതൽ നടപടികൾ എടുക്കുക. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കൊലപാതകമാണോ അതോ കുട്ടി പ്രസവത്തിൽ സ്വാഭാവികമായി മരിച്ചതാണോ എന്ന് അറിയാനുണ്ട്. അത് അറിഞ്ഞതിന് ശേഷമായിരിക്കും പോലീസ് വകുപ്പുകൾ മാറ്റി ഇതിൽ വിശദമായൊരു അന്വേഷണത്തിലേക്ക് എന്തായാലും കിടക്കുക. കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ മറ്റു തരത്തിലുള്ള മുറിവുകളില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നെന്തായാലും കോന്നി മെഡിക്കൽ കോളേജിൽ വെച്ച ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും പൂർത്തിയാക്കും. ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷമായിരിക്കും പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുക. എന്തായാലും കുടുംബാംഗങ്ങളെയും പോലീസ് ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടി പ്രസവിച്ച വിവരം തങ്ങൾക്കും അറിയില്ല എന്നാണ് ബന്ധുക്കളും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇക്കാര്യത്തിലെല്ലാം തന്നെ വലിയ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ പെൺകുട്ടിയുടെ 21-കാരിയുടെ വീടിന് സമീപത്തെ പറമ്പിൽ ഇത്തരത്തിൽ 2 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശുവിൻ്റെ മൃതദേഹം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിശദമായ അന്വേഷണം ഈ വിഷയത്തിലുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടി പറഞ്ഞ മൊഴി നൽകിയ ആൺസുഹൃത്തിനെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിൻ്റെ ആലോചന. ഇത്തരത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. വലിയ ദുരൂഹതയാണ്. ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വീണ്ടും ചോദിക്കുന്ന ഒരു സാഹചര്യം. മനസാക്ഷി തന്നെ വലിയ തോതിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ഈ മെഴുവേലിൽ നിന്ന് പുറത്തു വന്നത്. എന്തായാലും അതിൽ പോലീസ് വിശദമായ ഒരു അന്വേഷണം നിലവിൽ നടത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും പോലീസിൻ്റെ തുടർ നടപടികൾ. ഉന്മേഷ്, ക്രിസ്റ്റീന. ജയശങ്കർ, ഒരു പെൺകുട്ടി ഗർഭിണിയാകുക, അവൾക്ക് വരുന്ന ശാരീരിക മാറ്റങ്ങൾ അത് കുടുംബം അറിയുന്നില്ല എന്ന് പറയുക, അതിലൊരു അസ്വാഭാവികതയില്ലേ? ഈ കുടുംബമാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇവരൊക്കെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു മൊഴിയാണ് നൽകുന്നത്? അവരുടെ മൊഴിയെടുപ്പ് എപ്പോഴാണ് ഉണ്ടാവുക? അതായത് ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായി പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെയും പെൺകുട്ടിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇലവന്തിട്ട പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിലവിൽ മുന്നോട്ട് നീക്കുന്നത്. അവരോടൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്ന വിവരം അറിയില്ല, പ്രസവിച്ച വിവരം അറിയില്ല എന്നൊരു മൊഴിയാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ നൽകിയിരിക്കുന്നത്. ഈ അമ്മയും അച്ഛനും അമ്മൂമ്മയും ഉൾപ്പെടെ അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇത്രയും പേരുള്ള കുടുംബത്തിൽ എങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയായത് തിരിച്ചറിഞ്ഞില്ല എന്നത് വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയും സമാനമായ മൊഴിയാണ് നൽകിയത്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട ആർക്കും പങ്കില്ല, താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ വായപൊത്തി ശുചിമുറിയിൽ കൊണ്ടുപോയത്. അതിനുശേഷം ചെമ്പലയിൽ കൊണ്ടുപോയി അപ്പുറത്തെ പറമ്പിൽ വെച്ചതും താൻ തന്നെ, എല്ലാം ചെയ്തത് ഞാൻ തന്നെ എന്നൊരു നിലപാടാണ് ഈ പെൺകുട്ടി എന്തായാലും നിലവിൽ പോലീസിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇതൊരു കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി വിശദമായൊരു ചോദ്യം ചെയ്യൽ, സമഗ്രമായൊരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിലവിലുണ്ടാകുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ മുത്തശ്ശിയുമായി സംസാരിച്ചിരുന്നു. അവർ നമ്മോട് പറഞ്ഞത് ഇങ്ങനെ ഈ സംഭവം അറിയില്ല, രാവിലെ അസുഖമാണെന്ന് പറഞ്ഞാണ് ആശുപത്രിയിലേക്ക് പോയതെന്നാണ്. നമുക്കെല്ലാം അറിയാം, ഒരു പെൺകുട്ടി ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ ഗർഭിണിയാകുമ്പോൾ അതിൻ്റെ ശാരീരിക മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകും. അത് പുറത്തുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിലുള്ളവർക്ക് ആ മാറ്റങ്ങൾ, ആ പ്രശ്നങ്ങൾ അറിയാം. 2, ഈ ഒരു കുട്ടി ഒരു വീട്ടിൽ ജന്മമെടുക്കുമ്പോൾ, ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന ഘട്ടത്തിൽ ഇതെങ്ങനെ ആരും അറിയാതെ ഈ പ്രസവം നടന്നു. കാരണം ഈ പെൺകുട്ടിക്ക് ഈ സമയത്ത് പ്രസവവേദന ഉൾപ്പെടെ ഉണ്ടാവും, അതിൻ്റെ ശബ്ദം ഉണ്ടാവും. അങ്ങനെ അത്തരം ഒരുപാട് ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതിനെല്ലാം തന്നെ ഉത്തരം പോലീസ് എന്തായാലും കണ്ടെത്തും. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞാൽ, കണ്ടെത്തിയാൽ ഡോക്ടറുടെ കൂടി മൊഴി പരിഗണിച്ച ശേഷം FIR
FIR കുറച്ച് കടുപ്പിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അത്തരത്തിൽ നടപടികളുണ്ട്. എന്തായാലും നിലവിൽ ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു. 21-കാരിയാണ്, അവിവാഹിതയാണ്, കാമുകനാണ്, അല്ലെങ്കിൽ ആൺ സുഹൃത്താണ് ഇത്തരത്തിൽ ഗർഭിണിയാക്കിയെന്നൊരു മൊഴി പോലീസിന് എന്തായാലും നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയിലും ചില പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകളൊക്കെ തന്നെ കൂട്ടിവെക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഈ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ സാധിച്ചിട്ടില്ല. പക്ഷേ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശേഷം കുടുംബാംഗങ്ങളെയും പെൺകുട്ടിയെയും വിശദമായി ചോദ്യം ചെയ്യും. മൊഴിയിലെ പൊരുത്തക്കേടുകൾ മാറ്റും. എന്തായാലും പോലീസ് കാത്തിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനാണ്. ഇന്നാണ് കോന്നി മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് ഈ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. എന്തായാലും വലിയ ദുരൂഹതയുള്ള സംഭവമാണ്. ഈ പ്രദേശത്തെ ആളുകൾക്ക് പോലും ഈ വിഷയത്തെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നില്ല എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആശാവർക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പെൺകുട്ടി ഗർഭിണിയായ വിവരം തങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്തായാലും ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രസവം വീട്ടിൽ നടന്നത്, ഈ പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി വീട്ടുകാരെ അറിയിക്കാതെ ഇത്രയും കാലം നടന്നു, അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. ആ കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, പത്തനംതിട്ടയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട്. ഇനി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയ ദേവി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന്.